ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോട്ട്. ഭൂരിഭാഗം കുട്ടികളും ഏറ്റവും ബുദ്ധിമുട്ട് പറയുന്ന ചാപ്റ്ററുകളിലൊന്നാണ് റേഷ്യോ അഥവാ അംശബന്ധം. എന്തുകൊണ്ടാണ് അത് ബുദ്ധിമുട്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ പല സ്ഥലത്തും കുറേ എക്സും വൈയും വരുന്നുണ്ട്. അപ്പോൾ ആകെ കണ്ടാൽ കിളി പോവും. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളിലൊന്നാണ് 3 മെഷേഴ്സ്. അപ്പോൾ ചോദ്യപേപ്പർ അത്യാവശ്യം സ്റ്റാൻഡേർഡിലൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടുന്ന് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ ചോദ്യം നോക്കിക്കോ. നമ്മളോട് പറയാണ് ABC എന്ന ത്രികോണത്തിൽ AB:BC എന്നിവ തമ്മിലുള്ള അംശബന്ധം AB:BC ഈസ് 3:4. നമ്മളോട് പറയാണ് ഒരു ട്രയാങ്കിളിൽ AB:BC എന്ന് പറയുന്നത് എത്രയാണ്? 3:4 ആണ്. AB:BC എന്നത് 3:4 ആണ്. അടുത്തതായിട്ട് പറയാണ് നോക്കിക്കോ, BC:CA ഇവ തമ്മിലുള്ള അംശബന്ധം 4:5 ആണ്. അപ്പോൾ BC:CA എന്ന് പറയുന്നത് 4:5 ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ സൈഡും തമ്മിലുള്ള റേഷ്യോ എത്രയെന്നാണ് ചോദ്യം. ഞാനൊരു ട്രയാങ്കിൾ വരച്ചു, അതിന് പേരിടാം ABC. നോക്കടാ, AB:BC എത്ര പറഞ്ഞത്? 3:4. AB 3, BC 4. അടുത്ത എത്രയാണ് പറഞ്ഞത്? BC:4, CA:5. BC ഇവിടെ ഓൾറെഡി 4 ഉണ്ട്, അപ്പോൾ CA 5. അപ്പോൾ 3 സൈഡും തമ്മിലുള്ള റേഷ്യോ എത്ര ആയിരിക്കുമടാ? AB:BC:CA. AB എന്ന് പറഞ്ഞാൽ എത്രയാ? 3:2. BC എന്ന് പറഞ്ഞാൽ എത്രയാ? 4:2. CA എന്ന് പറഞ്ഞാൽ എത്രയാ? 5. അപ്പോൾ AB:BC:CA 3:4:5. അപ്പോൾ സാറേ ഇതാണോ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ? അല്ല. നമുക്ക് ഇത്തരത്തിൽ ചോദ്യം വരുമ്പോൾ നോക്കിക്കോട്ടോ, AB:BCയും തന്നിട്ടുണ്ട്, BC:CAയും തന്നിട്ടുണ്ട്. അവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം രണ്ടിലും കോമൺ ആയ ഒരാളുണ്ടാവും. ഇവിടെയും ഒരു BC ഉണ്ട്, ഇവിടെയും ഒരു BC ഉണ്ട്. ആ BCയുടെ വാല്യൂ ഇവിടെയും 4 ആണ്, ഇവിടെയും 4 ആണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി എടുത്ത് എഴുതാൻ പറ്റി. AB 3 ആണ്, BC 4 ആണ്, CA 5 ആണ്. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല തരിക. അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ചോദ്യം നോക്കിക്കോ. ഇൻ എ ട്രയാങ്കിൾ ABC, ദ റേഷ്യോ ഓഫ് AB:BC ഈസ് 2:3. നമ്മളോട് പറയാണ് AB:BC എന്ന് പറയുന്നത് 2:3 ആണ്. AB:BC എന്ന് പറയുന്നത് 2:3 ആണ്. അടുത്തതായിട്ട് പറയാണ് BC:CA എന്ന് പറയുന്നത്, ഓക്കെ നോക്കിക്കോ, ചോദ്യം നോക്കിക്കോ, റേഷ്യോ ഓഫ് BC:CA ഈസ് 4:5. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എല്ലാ വാല്യൂവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇത്തരത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചെയ്യാൻ നോക്കുന്നത്. ശ്രദ്ധിച്ചോട്ടോ, ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ വന്നാലും രണ്ട് റേഷ്യോകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കോമൺ ആയിട്ടുള്ള ഒരാളുണ്ടാവും. ഇവിടെ ഇവിടെയും BC ഉണ്ട്, ഇവിടെയും BC ഉണ്ട്. നേരത്തെ പ്രത്യേകത എന്തായിരുന്നു? ഈ BCയുടെ വാല്യൂ 4 ആയിരുന്നു, ഈ BCയുടെ വാല്യൂ 4 ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് നേരെ ആൻസർ ചെയ്താൻ പറ്റിയത്. ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ BCയുടെ വാല്യൂ 3 ആണ്, ഇവിടെ BCയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാൻ പറ്റില്ല. എവിടെയൊക്കെ കോമൺ ആയ സൈഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വാല്യൂവും കോമൺ ആയിരിക്കണം. കോമൺ ആയ സൈഡ് ഉണ്ടെങ്കിൽ അവരുടെ വാല്യൂ എന്തായിരിക്കണം? കോമൺ ആയിരിക്കണം. അപ്പോൾ BC 3, BC 4 അത് കോമൺ വാല്യൂ ആണോ? സെയിം വാല്യൂ ആണോ? അല്ല. അങ്ങനെ അല്ലെങ്കിൽ അതിലേക്ക് മാറ്റണം. അതാണ് നമ്മളുടെ മുന്നിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് നന്നായി ശ്രദ്ധിച്ചോട്ടോ. ഈ BCയുടെ വാല്യൂം ഈ BCയുടെ വാല്യൂം എനിക്ക് സെയിം ആക്കി മാറ്റണം. അപ്പോൾ നോക്കിക്കോ, ഞാൻ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ റേഷ്യോ അല്ലേ, ഈ ആദ്യത്തെ റേഷ്യോയെ ഞാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. നമുക്കറിയാലോ ഒരു റേഷ്യോനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതേ റേഷ്യോ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ റേഷ്യോ ഞാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്തായിട്ട് മാറൂടാ? 2x:3x എന്നായിട്ട് മാറും. ഡൗട്ടില്ലല്ലോ. ഈ റേഷ്യോയിലെ വാല്യൂസിനെ ഞാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ റേഷ്യോയിലെ വാല്യൂസിനെ ഞാൻ y കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. കൺഫ്യൂസ്ഡ് ആവരുത്, കൃത്യമായി ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ 4 × y എന്താണ് വരിക? 4y:5y എന്ന് വന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആലോചിക്കണേ. ഇത്തരത്തിൽ ചോദ്യം വന്നാൽ ആദ്യത്തെ റേഷ്യോനെ എക്സ് കൊണ്ടും രണ്ടാമത്തെ റേഷ്യോനെ y കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് റേഷ്യോനെ ഏത് വാല്യൂ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യട്ടോ, അതേ റേഷ്യോ തന്നെ ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ നോക്കണേ, ഇവിടെ നോക്കിട്ടോ. ഇവിടെ നമുക്ക് BCയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 3x എന്ന് തന്നിട്ടുണ്ട്. BCയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 3x. ഇവിടെ നോക്കിയേ, ഇവിടെയും നമുക്ക് BCയുടെ വാല്യൂ തന്നിട്ടുണ്ട് 4y. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? കോമൺ ആയ സൈഡിൻ്റെ വാല്യൂവും കോമൺ ആയിരിക്കും.
കോമൺ ആയ സൈഡിൻ്റെ വാല്യൂവും കോമൺ ആയിരിക്കും. അഥവാ ഞാനിതൊരു ട്രയാങ്കിളായി വരക്കുകയാണെങ്കിൽ ആലോചിക്കണേ, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, കൺഫ്യൂസ്ഡ് ആവരുത്. ഞാനിതൊരു ട്രയാങ്കിളായി വരക്കുകയാണ്, ABC. നോക്കടാ, ഇതിൽ AB എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് പറഞ്ഞത്? 2x ആണെന്നാണ് പറഞ്ഞത്. AB എന്ന് പറഞ്ഞാൽ 2x. BC എത്രയാ? 3x. ഓക്കെ, അടുത്തതിലോ BC എന്ന് പറഞ്ഞാൽ 4y ആണ് അടുത്തതിൽ. അപ്പോൾ BC എന്ന് പറഞ്ഞാൽ 4y. അടുത്തതിലോ CA എന്ന് പറഞ്ഞാൽ 5y എന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആണല്ലോ, ഈ രീതിയിലാണ് നമ്മൾ ട്രയാങ്കിൾ വരിക. അപ്പോൾ നോക്കിയടാ, BC എന്ന് പറയുന്ന സൈഡ് ഇതല്ലേ കോമൺ സൈഡ്? BC അല്ലേ കോമൺ? അതിന് 2 വാല്യൂ ഉണ്ട്, 3xും 4yയും. ഒരു സൈഡിന് തന്നെ 2 വാല്യൂ വരാൻ പറ്റുമോ? ഇല്ല. അതിനർത്ഥം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. എന്താ? കോമൺ സൈഡിൻ്റെ വാല്യൂ കോമൺ ആയിരിക്കും. അതിനർത്ഥം 3xും 4yയും ഈക്വൽ ആയിരിക്കും. ആരാടാ? 3xും 4yയും ഈക്വൽ ആയിരിക്കും. അപ്പം ഞാൻ ചെയ്യുകയാണെ, 3x ഈസ് ഈക്വൽ ടു 4y എന്നെനിക്ക് കിട്ടി. 3x ഈസ് ഈക്വൽ ടു 4y. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ എന്ത് ചെയ്യാറോ, എക്സിൻ്റെ വൈയുടെ വാല്യൂ ഞാൻ കണ്ടുപിടിക്കുകയാണ്. വൈയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 4നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് 3x/4 ഈസ് ഈക്വൽ ടു y. കൺഫ്യൂസ്ഡ് ആവരുത്. ഈ വൈൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, 4നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, വിച്ച് ഈസ് 3x/4 ഈക്വൽ ടു y എന്ന് നമുക്ക് കിട്ടി. 3x/4 ഈസ് ഈക്വൽ ടു y എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, വൈയുടെ സ്ഥലത്ത് 3x/4 ആണ് എന്നെനിക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി ഞാൻ എഴുതാണ്, ശ്രദ്ധിച്ചോ, ഇനി ഞാൻ എഴുതാണ്. എന്താ എഴുതുന്നത് നോക്കിക്കോ, AB ഈസ് ടു BC ഈസ് ടു CA. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, 3 സൈഡും തമ്മിലുള്ള റേഷ്യോ. ABയുടെ വാല്യൂ ഞാൻ എഴുതാണ് 2x. ABയുടെ വാല്യൂ ഞാൻ എന്ത് എഴുതി? 2x. BCയുടെ വാല്യൂ ഞാൻ എഴുതി എന്താ? BCയുടെ വാല്യൂ ഞാൻ എഴുതി 3x. BCയുടെ വാല്യൂ ഞാൻ എഴുതി 3x. എല്ലാം ഞാൻ എക്സിലേക്ക് മാറ്റാം കേട്ടോ. ABയുടെ വാല്യൂ എഴുതി 2x, BCയുടെ വാല്യൂ 3x. അപ്പോൾ സാറേ 4y എന്ന് എഴുതണ്ടേ? വേണ്ട, ഏതെങ്കിലും ഒരു വാല്യൂ എഴുതാം. CA എന്ന് പറയുന്നതിന് എക്സിൽ വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ എഴുതി CA ഈക്വൽ ടു 5y. CA ഈക്വൽ ടു 5y. എങ്കിൽ നോക്കടാ, ഇനി എനിക്ക് നോക്ക്, ഇവിടെയും എക്സ് ഇവിടെയും എക്സ്, പക്ഷേ ഇവിടെ വയ്യ. അതിനെ എനിക്ക് എന്ത് മാറ്റണം? എക്സിലേക്ക് മാറ്റണം. നോക്കടാ, ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ലേ, y എന്ന് പറഞ്ഞാൽ 3x/4. y എന്ന് പറഞ്ഞാൽ എന്താണ്? 3x/4. അങ്ങനെയാണെങ്കിൽ 5y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുംടാ? 5 ഇൻറ്റു വൈയുടെ സ്ഥലത്ത് എനിക്ക് ആരിട്ട് കൊടുക്കാം? 3x/4. വൈയുടെ സ്ഥാനത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നു 3x/4. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? 5 ഇൻറ്റു 3 15x/4. 15x/4. അപ്പോൾ റേഷ്യോ എന്തായിട്ട് മാറും? 2x ഈസ് ടു 3x ഈസ് ടു 15x/4 എന്നായിട്ട് മാറും. 15x/4. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഇവിടെ y4 കിടക്കുന്നില്ലേ? by4 കിടക്കുന്നില്ലേ? അപ്പോൾ ആ by4നെ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ മുഴുവൻ ആൾക്കാരെയും ഇൻറ്റു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാലോ, ഒരു റേഷ്യോനെ ഏത് നമ്പർ കൊണ്ടും നമുക്ക് കോമൺ ആയി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ എല്ലാ നമ്പറിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാ നമ്പറിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താടാ സംഭവിക്കുക? 2x ഇൻറ്റു 4. 2x ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്ര ആയിക്കോടാ? 8x ഈസ് ടു 3x ഇൻറ്റു 4. 3 ഇൻറ്റു 4 12. ദെൻ 15x ഇൻറ്റു 4. അപ്പോൾ ഈ താഴെയുള്ള 4ഉം കട്ടായാൽ 15x എന്നെനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിലും എക്സ് കോമൺ അല്ലേ? എല്ലാത്തിലും എക്സ് കോമൺ ആണെങ്കിൽ ആ എക്സിനെയും എനിക്ക് വെട്ടാം. സോ ദ ആൻസർ വിൽ ബി 8:12:15. 3 സൈഡും തമ്മിലുള്ള റേഷ്യോ എത്ര ആയിരിക്കുമടാ? 8:12:15. നമ്മൾ ആദ്യം മുതൽ ചെയ്തതൊന്നുകൂടി ആലോചിക്ക്. AB ഈസ് ടു BC എടുത്തു, BC ഈസ് ടു CA എടുത്തു. ഈ 2 വാല്യൂവും കോമൺ ആക്കണം. അപ്പോൾ 3x ഈക്വൽ ടു 4y എടുത്തു. അപ്പോൾ എന്നിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് 3 റേഷ്യോയും കൂടി ഒരുമിച്ച് എഴുതി. 3 റേഷ്യോയും കൂടി എക്സിലേക്ക് എഴുതിയില്ലേ? 2x 3x 5y. ആ വൈയുടെ വാല്യൂ ഇവിടെ ഓൾറെഡി കിട്ടിയതുകൊണ്ട് y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ by4 വന്നപ്പോൾ അതിനെ ഒഴിവാക്കാൻ എല്ലാവരെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് കോമൺ ഉള്ളതുകൊണ്ട് എക്സിനെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒഴിവാക്കി. സോ ദ ആൻസർ വിൽ ബി 8:12:5. അപ്പോൾ സാറേ എന്തൊക്കെയോ ഒന്ന് കത്തി, ഒരു ചോദ്യം കൂടി ചെയ്താൽ ക്ലിയർ ആവുമല്ലോ. എന്നാൽ ഒരു ചോദ്യം കൂടി നോക്കിക്കോ. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണ്.
ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണ്. എ ബോക്സ് കണ്ടെയ്ൻസ് ബീഡ്സ് ഓഫ് 3 കളേഴ്സ്. 3 കളറിലുള്ള മുത്തുകൾ ഒരു ബോക്സിലുണ്ട്. എന്നോട് പറയാണ് റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ഓഫ് ദി വൈറ്റ് ബീഡ്സ് ഈസ് 3:5. എന്നോട് പറയുന്ന നോക്കിക്കോട്ടോ, ബ്ലാക്കും വൈറ്റും കറുത്ത മുത്തുകളും വെള്ള മുത്തുകളും തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. 3:5 ആണ്. എന്നിട്ട് പറയാണ് ആൻഡ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ഓഫ് ദി റെഡ് ബീഡ്സ്. വെള്ളയും ചുവപ്പും തമ്മിലുള്ള റേഷ്യോ, വൈറ്റും റെഡും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ 3 കളറും കൂടിയുള്ള റേഷ്യോ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ അല്ലേ? എന്താ ചെയ്തിരുന്നത്? ആയിരിക്കെ ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ റേഷ്യോനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ റേഷ്യോനെ വൈ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3നെ രണ്ടിനെയും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3x:5x എന്ന് കിട്ടി. എന്താ വാല്യൂ കിട്ടിയതരാ? 3x:5x. ഇവിടെ രണ്ടിനെയും y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ എന്ത് വരും? 2y:3y എന്നും കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ നമ്മൾ പറഞ്ഞു? ഇതിൽ കോമൺ ആയിട്ടുള്ള ആളുടെ വാല്യൂവും കോമൺ ആയിരിക്കും. അപ്പോൾ വൈറ്റിനാണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത് അല്ലേ? രണ്ട് സ്ഥലത്തുള്ള ആളാരാണ്? വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കണം? കോമൺ ആയിരിക്കണം. വൈറ്റിൻ്റെ വാല്യൂ ഇവിടെ എത്രയാ? 5x. വൈറ്റിൻ്റെ വാല്യൂ ഇവിടെ എത്രയാ? 2y. അപ്പോൾ ഞാൻ ഇതാണ് 5x = 2y. കാരണം എന്താ? രണ്ടും വൈറ്റ് വെള്ള കളറിൻ്റെ വാല്യൂ ആണ്. വെള്ള 5x ഉണ്ട്, വെള്ള 2y ഉണ്ട്. രണ്ടും കൂടി ഈക്വൽ ആയിരിക്കും. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 2നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5x/2 = y. വൈയുടെ വാല്യൂ എനിക്ക് കിട്ടി 5x/2. അങ്ങനെയാണെങ്കിൽ ഞാൻ 3 കളറും തമ്മിലുള്ള റേഷ്യോ ഇതാണ്. ഏതൊക്കെയാ 3 കളർ? ബ്ലാക്ക് ഈസ് ടു വൈറ്റ് ഈസ് ടു റെഡ്. ബ്ലാക്ക് ഈസ് ടു വൈറ്റ് ഈസ് ടു റെഡ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോട്ടോ, ബ്ലാക്കിൻ്റെ വാല്യൂ എത്രയാടാ നോക്കടാ? 3x. അപ്പോൾ ബ്ലാക്കിൻ്റെ വാല്യൂ ഞാൻ എഴുതി 3x:2. വൈറ്റിൻ്റെ വാല്യൂ എത്രയാടാ നോക്കടാ? 5x. എല്ലാം എക്സിലല്ലേ എഴുതുന്നത്? 5x:2. റെഡിൻ്റെ വാല്യൂ എത്രയാടാ നോക്കണേ? 3y. റെഡിൻ്റെ വാല്യൂ എത്രയാ? 3y എന്നും കിട്ടി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ, y രണ്ടെണ്ണം എക്സിൽ 1 വൈയില്ല. അപ്പോൾ വൈൻ്റെ വാല്യൂ മാറ്റണം. 3yനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? ശ്രദ്ധിച്ചോ, 3y = 3 ഇൻറ്റു വൈയുടെ സ്ഥലത്ത് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 5x/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 3 × 5x/2. 3 × 5 എത്രയാ? 15 അല്ലേ? സോ 15x/2 എന്ന് വന്നു. 15x/2. അപ്പോൾ എനിക്ക് വാല്യൂ മാറ്റി എഴുതാം 3x:5x:2. 3yക്ക് പകരം ആരെ എഴുതാം? 15x/2. താഴെ 2 ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ താഴെയുള്ള വാല്യൂവിനെ ഒഴിവാക്കണമെങ്കിൽ കോമൺ ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇതിനെ മാത്രം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, റേഷ്യോയിൽ എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? × 2 ചെയ്തു. അങ്ങനെയാണെങ്കിൽ 3x/2 എന്താ വരിക? 6x:2. 5x/2 10x:2. 15/2 × 2 ചെയ്താൽ 2 2 കട്ടാവും. ദാറ്റ് ഈസ് 15x അല്ലേ? 6x:2 10x:2 15x. ഇനി ഇതിലെല്ലാവരെയും ഞാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? കോമൺ ആയിട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ എക്സും കട്ടായി. സോ ദ ആൻസർ വിൽ ബി 6:10:15. അപ്പോൾ ബ്ലാക്ക് ഈസ് ടു വൈറ്റ് ഈസ് ടു റെഡ്, കറുപ്പ് ഈസ് ടു വെളുപ്പ് ഈസ് ടു ചുവപ്പ് എന്ന് പറയുന്നതിൻ്റെ അംശബന്ധം എന്തായിരിക്കും? 6:10:15. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, ഇറ്റ്സ് നോട്ട് an easy question. അത്ര എളുപ്പമുള്ള ചോദ്യമല്ല, ബട്ട് അത്ര ഡിഫിക്കൽട്ടുമല്ല. കൃത്യമായി ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൃത്യമായി ചെയ്തിട്ട് എവിടെയാണോ സ്റ്റക്ക് ആവുന്നത് അത് വീണ്ടും ചെയ്ത് കൃത്യമായിട്ട് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് മക്കൾ ശ്രദ്ധിക്കണം.